ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദീകരണമെല്ലാം കഴിഞ്ഞ് ഡോക്ടർ ശശി തരൂർ എം പി തിരികെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ എന്ത് നിലപാടെടുക്കും? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ ഇനി ചുമക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തരൂർ കോൺഗ്രസിനെയും ചുമക്കുമോ എന്നറിയണം. തരൂർ പൊതുവെ നരേന്ദ്രമോദിയോടും BJP-യോടും ഒക്കെ തന്നെ വലിയൊരു അനുഭാവം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. തരം കിട്ടുമ്പോഴൊക്കെ നരേന്ദ്രമോദിയെ വാനോളം വാഴ്ത്തും. ഇത് രാഹുൽ ഗാന്ധിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതേ അവസരത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കും, പലസ്തീനോട് ചേർന്ന് നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കും, ഇസ്രായേലിനെതിരെ സംസാരിക്കും. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ. പക്ഷേ നയതന്ത്ര കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ശശി തരൂര് അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും. മോദി ചെയ്തത് നല്ലതാണെങ്കിൽ നല്ലത്, അതിനെ വിമർശിക്കപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കും. ഇതൊന്നും നമ്മുടെ പപ്പുമോൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിമർശനം മാത്രമേ ഉള്ളൂ. വിമർശനമെന്ന് പറഞ്ഞാലോ തരം താണ തരത്തിലുള്ള പറച്ചിലുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇനി ശശി തരൂർ തുടരുമോ എന്നുള്ളതും വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. ശശി തരൂരിനെ BJP എത്രത്തോളം ചേർത്ത് നിർത്താമോ അത്രത്തോളം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ വരില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഇതെൻ്റെ അവസാനത്തെ മത്സരമാണ്. ശശി തരൂർ 4 തവണയായിട്ട് മത്സരിച്ച് ജയിച്ചു. പക്ഷെ തിരുവനന്തപുരത്തിനൊന്നും നൽകിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. MP എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തരൂർ വൻ പരാജയമാണ്. പക്ഷേ അദ്ദേഹം നയതന്ത്ര ബന്ധങ്ങളിലും മറ്റു കാര്യങ്ങളിലും വിദഗ്ധനുമാണ്. ആ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ അറിവുള്ള ആള്, വിശ്വപൗരൻ, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആള്, അനർഗളമായി വാക്കുകൾ ഒഴുകും, നല്ല വേഷവിധാനത്തോടുകൂടി സദസ്സിനെ പിടിച്ചിരുത്താൻ കഴിയുന്ന ആള്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ വിശദീകരിക്കുന്ന ഒരു സംഘത്തിൻ്റെ തലവനായിട്ട് നരേന്ദ്രമോദി ശശി തരൂരിനെ തന്നെ ഏൽപ്പിച്ചത്. കോൺഗ്രസ്സുകാരോട് ഒരു ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ആ ലിസ്റ്റിനകത്ത് തരൂരില്ലായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എന്നാൽ രാഹുൽ ഗാന്ധി തൊട്ട് മുന്നോട്ട് വന്നു, ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട്. ഇല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, അവർ എതിർക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. അപ്പോൾ തരൂർ ആ കൃത്യം ഏറ്റെടുത്തു. തരൂർ വിദേശങ്ങളിൽ ചെന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ അവിടുത്തെ പ്രതിപക്ഷ നിരയിലുള്ള ആളാണ്, പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയാണ്, ഞാൻ രാജ്യസ്നേഹിയാണ്. ഞങ്ങളുടെ രാജ്യത്തിന് നേരെ പാകിസ്ഥാൻ ഭീകരത കടന്നു കയറി വന്നപ്പോൾ ഞങ്ങളതിനെ തുരത്തി ഓടിച്ചു. നിരപരാധികളായ 26 പേരുടെ ജീവൻ അപഹരിച്ചു. അതിന് ഞങ്ങൾ പകരം വീട്ടി. അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചു. ഇതാണ് തരൂരും സംഘവും വിശദീകരിച്ചത്. എന്തിന്? എപ്പോഴും നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദിലെ MP OWC തന്നെ അവിടെ അൾജീരിയയിൽ പ്രസംഗിച്ചത് എന്താണ്? അദ്ദേഹവും നമ്മുടെ രാജ്യത്തിനെ വാഴ്ത്തുകയാണ് ചെയ്തത്. മോദി സർക്കാർ എടുത്ത ധീരമായ നിലപാടിനെ വാഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. പക്ഷെ കോൺഗ്രസിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കേരളത്തിൽ നിന്നും മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു. ബഷീർ റിയാദിൽ സംസാരിച്ചു. ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ടു പോകുന്ന ഒരു വലിയ നിരയാണ് പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായിരുന്നത്. കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്കാണ് ഇതിനകത്ത് എതിർപ്പ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തരൂരിനെ ഇനിയും കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് തരൂരിനെയും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. BJP കൂടുതൽ ചേർത്ത് നിർത്തും. ഈ സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് തരൂർ മറ്റു പല പദവികളും നോട്ടമിട്ടിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ പദവി പോലും അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നതാണ്. BJP കൂടുതൽ ചേർത്ത് നിർത്തിക്കൊണ്ട് 2027 ഉപരാഷ്ട്രപതി സ്ഥാനം, ഇപ്പോഴുള്ള ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിയുന്നു, കാലാവധി പൂർത്തിയാക്കി. അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം
മണ്ഡലത്തിൽ ഒരു അവിടെ ഒഴിവ് വരികയാണ്. തിരുവനന്തപുരം MP സ്ഥാനം രാജിവെക്കും, അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്യും. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇതിപ്പോൾ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. മറ്റു നടന്നത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയും പാലക്കാടും ചേലക്കരയുമാണ്. നിലമ്പൂരും കൂടെ ആകുമ്പോൾ 5ാമത്തെ. അത് കഴിയുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാണാം. BJP ഏറെ നോട്ടമിട്ടിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. BJP വിജയത്തോടടുത്തിട്ടുള്ള BJPയുടെ ലിസ്റ്റിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അത് കഴിഞ്ഞ തവണ തന്നെ 15,000 വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തരൂരിനോട് പരാജയപ്പെട്ടത്. ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ BJPക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഒരിക്കൽ ശശി തരൂരുമായിട്ട് O രാജഗോപാൽ മത്സരിക്കുമ്പോൾ വിജയത്തോടടുത്തതാണ്. BJP ഓഫീസിൽ നിന്ന് കൊടി വരെ എടുത്തു ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ തീരദേശം എണ്ണിയപ്പോഴാണ് വോട്ട് മാറിയത്. തീരദേശമാണ് പലപ്പോഴും BJPയെ കൈവെടിയുന്നത്. അത് വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF 3ാം സ്ഥാനത്തേക്കാണ് പോകുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട്. അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ വലിയ രക്ഷയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ BJPയും കോൺഗ്രസുമായിട്ടായിരുന്നു ഇവിടെ വലിയ അതിശക്തമായ മത്സരം തന്നെ അവസാനം വരെയും നടന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ പന്നിയൻ രവീന്ദ്രനെയാണ് CPI ഇറക്കിയത്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ വളരെ ദയനീയമായിട്ട് CPIക്ക് പരാജയപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അപ്പോൾ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലം BJPക്ക് അനുകൂലമായി മാറുകയും അങ്ങനെ അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം BJPയുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് 26-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു BJPക്ക് ആക്കം കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ BJP നോട്ടമിട്ടിരിക്കുന്നത് 11 നിയമസഭാ മണ്ഡലങ്ങൾ 1ാം സ്ഥാനത്തും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുമാണ്. 20 മണ്ഡലങ്ങൾ അവർ വളരെ അതിപ്രധാനമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ 6 A ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആലപ്പുഴയും A ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറി. അങ്ങനെ ക്ലാസ് തിരിച്ചുള്ള ഒരു മത്സര രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു BJP. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഒരു വലിയ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത്. ആ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും, നിയമസഭാ മണ്ഡലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അത് BJPക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് 2031-ലേക്കുള്ള ഒരു ആക്കം കൂട്ടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ്സുകാരെ എന്ത് നിലപാട്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെട്ടിലായി നിൽക്കുകയാണ്. ശശി തരൂരിനെ അവർക്ക് പുറന്തള്ളാനും വയ്യ, അകത്ത് കയറ്റിയിരുത്താനും വയ്യ. ഈ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും അത് കൂടുതൽ വഷളായി വരികയുള്ളൂ. ശശി തരൂർ ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്യും.